ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഇഷ്ടമാണല്ലോ. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ. ഒരു അടിപൊളി കോഴിക്കോടൻ ബിരിയാണിയാണ്. അപ്പം എല്ലാവരും വായോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ചിക്കൻ പീസ്, ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് പെരിഞ്ജീരകമാണ്. ഇത് കുരുമുളക് പൊടിച്ചതാണ്. ഇത് തക്കാളി, ഒരു നാരങ്ങ, പിന്നെ ഇത് ഇഞ്ചി, പച്ചമുളക്, ഇത് വെളുത്തുള്ളി, ഇത് വലിയ ഉള്ളി, ഇത് പുതിനയും മല്ലിച്ചപ്പുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഇതിലേക്കുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പട്ട, പൂവ്, ഏലക്കായ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്കുള്ള അരി ഇടാം. അപ്പം ഇതിലേക്ക് ഊറ്റി വെച്ചത് നല്ലോണം ഈ അരി ഊറ്റി വെക്കണം കേട്ടോ. അങ്ങനെ ഓട്ടുള്ള ഒരു പാത്രത്തിലോ അങ്ങനെ എന്തെങ്കിലും ഊറ്റി വെക്കണം. അപ്പോൾ ഈ അരി കംപ്ലീറ്റ് ഇതിലേക്ക് ഇടുകയാണ്. ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണി കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. റോസ് കൈമ നല്ലതാണ്. റോസ് കൈമ നോക്കി എടുക്കുക. അപ്പോൾ 1.5 kg ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് പട്ട, പൂവ് പൗഡർ, പിന്നെ അതുപോലെ പെരിഞ്ജീരകം, പിന്നെ കുരുമുളകിൻ്റെ പൗഡർ, പിന്നെ 4 പച്ചമുളകാണ് അവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, ഇതൊക്കെ കൂടിയാണ് ഞാനിതിൽ ആഡ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചതുക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ആണ്. അതിലേക്ക് ഞാൻ കുറച്ച് ലെമണിൻ്റെ നീരും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ പുരട്ടണം. കുറച്ച് ഇതിൽ കേടും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി പുരട്ടുക. അത് കാശ്മീരി പൗഡറും കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ചോറ് ഈ പാക വേവായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കതിൻ്റെ വെള്ളം ഒഴിവാക്കണം, നന്നായിട്ട് ഊറ്റണം. അപ്പോൾ അത് നെക്സ്റ്റ് നമുക്ക് ഊറ്റാം. ഓക്കെ. ഇതാണ് ഞാൻ കാശ്മീരി പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ ബിരിയാണി മസാലയും പിന്നെ കൊറിയൻഡർ പൗഡറും അത് രണ്ടും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് നല്ലോണം ചൂടായി വരണം. ഇതിലേക്ക് കുറച്ച് ഉള്ളി ഞാൻ പൊരിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടിത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ടൊമാറ്റോയും ബാക്കിയുള്ള ഉള്ളിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വാട്ടണം കേട്ടോ. നന്നായിട്ട് വാടി വരണം. വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും നന്നായിട്ടൊന്നും കൂടി വാട്ടുക. അപ്പോൾ ഇത് പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ വെക്കാതെ കുറച്ച് സമയം നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ല അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം മറന്നു പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ നേരത്തെ നമ്മളിത് ഈ ഉള്ളിയും ഇതെല്ലാം കൂടി ചിക്കൻ ഇടുന്നതിൻ്റെ മുന്നേ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് വേണം പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് പൊരിച്ച് വെച്ച ഉള്ളി. ഇത് ലെയറായിട്ട് ചിക്കൻ്റെ മേലെ ഈ റൈസ് ഇട്ട് അതിൻ്റെ മേലെ ഈ ഉള്ളി ആഡ് ചെയ്യണം.
ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമല്ല പിന്നെ നട്ട്സും ഡ്രൈ ഗ്രേപ്സും ഇടുന്നത്. അതുകൊണ്ട് അത് വേണ്ടിയവർ ഡ്രൈ ഗ്രേപ്സും നട്ട്സും ഇതേപോലെ മൂപ്പിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് ചോറിങ്ങനെ പൊടിഞ്ഞു പോകാതെ നല്ല ഇതായിട്ട് വളർത്തണം കേട്ടോ, അല്ലെ കട്ട പിടിച്ച് പോകും. ഇതിൽ കുറച്ച് ഗീ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇടണം കേട്ടോ. പിന്നെ അതിന് ശേഷം ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ പീസില്ലേ വേവിച്ച് വെച്ച അതിങ്ങനെ അതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പൊരിച്ച് വെച്ച ഇതില്ലേ അതും കുറച്ചിങ്ങനെ ഇതിൽ വിതറി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളവർക്ക് കാഷ്യൂനട്ടും ഡ്രൈ ഗ്രേപ്സും ഇടാം കേട്ടോ, അതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട്. പിന്നെ നെക്സ്റ്റ് ലെയർ ഇങ്ങനെ ഇട്ടിട്ട് ഇതേപോലെ നെക്സ്റ്റ് ലെയർ ഇടുക. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ട് അപ്പോൾ ഇനി ദമ്മിലിടണം. അതിന് വേണ്ടി ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്, അതിൻ്റെ മേലെ ഇതിടും. ഇത് വെച്ച് ഇതിനൊരു വെയിറ്റ് ഇടണം. അപ്പോൾ അതിന് വേണ്ടി കുഞ്ഞി അമ്മിക്കുട്ടി ഇതിന് വെയിറ്റ് വെച്ചു. ഓക്കെ, അപ്പോൾ ഇതായിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ എനിക്ക് നിങ്ങളെ റിപ്ലൈ ചെയ്യണം. അത് മാത്രം പോരാ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.